നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ കാര്യമാണ്. യെരുശലേം ദേവാലയം 3 തവണയാണ് അത് പുതുക്കി നിർമ്മിച്ചത്. അതിൽ രണ്ടാമത്തേത് സെരുബാബേൽ നിർമ്മിച്ച ദേവാലയത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് BC 587 യെരുശലേം ആക്രമിക്കുകയും യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. യെരുശലേം ദേവാലയം നശിപ്പിച്ച യെരുശലേം ദേവാലയം നിർമ്മിച്ചത് ഇസ്രായേലിൻ്റെ രാജാവായ ശലോമോൻ രാജാവാണ്. ആ ദേവാലയമാണ് നശിപ്പിച്ചത്. യെരുശലേം നിവാസികളെ അടിമകളാക്കി നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. 70 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിനു ശേഷം പേർഷ്യൻ രാജാവായ കോരേശിൻ്റെ അനുവാദത്തോടെയും പിന്തുണയോടെയും കൂടി തിരിച്ചെത്തിയ യഹൂദന്മാർ പഴയ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അതേ വലിപ്പത്തിലും അതേ ഘടനയിലും പുതിയ ദേവാലയം പണിതു. എന്നാൽ ശലോമോൻ്റെ ആലയത്തിൻ്റെ അത്രയും പ്രൗഢി പുതുതായി നിർമ്മിച്ചതിനുണ്ടായിരുന്നില്ല. 168 BC ഈ ദേവാലയം അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന സിറിയൻ രാജാവ് ആക്രമിച്ച് നശിപ്പിച്ചു. അപ്പോൾ യൂദാസ് മക്കാബിയാസ് ശത്രുക്കളെ തുരത്തി ദേവാലയം വീണ്ടും പുതുക്കി അവിടെ പ്രതിഷ്ഠാ ഉത്സവം നടത്തി. മക്കാബിയരുടെ പുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകത്തിൽ, മക്കാബിയരുടെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തത് മൂന്നാമത് ഹെരോദാവിൻ്റെ ദേവാലയമാണ്. BC 19 ഹെരോദാസ് രാജാവ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നതിന് യെരുശലേം ദേവാലയം വിസ്തൃതമായും മനോഹരമായും പുനർനിർമ്മാണം ചെയ്യുവാൻ തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. കർത്താവിൻ്റെ കാലത്ത് നിലനിന്നത് ഈ ദേവാലയമാണ്. യേശുക്രിസ്തു ഈ ദേവാലയത്തിൽ പലതവണ സുവിശേഷം അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം AD 64 മാത്രമേ നടന്നുള്ളൂ. AD 70 റോമാക്കാർ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം ആക്രമിക്കുകയും ദേവാലയം തകർത്ത് കളയുകയും ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ വാക്കുകൾ നിവർത്തിയായി. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ക്രിസ്തുദേവൻ്റെ വാക്കുകൾ ഇവിടെ നിവർത്തിയായി. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ക്രിസ്തുദേവൻ്റെ ഈ വാക്കുകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് നശിപ്പിക്കപ്പെട്ട ദേവാലയം ഇന്നുവരെ പണിയപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ, അത് 1948 രൂപം കൊണ്ടപ്പോൾ യെരുശലേം ദേവാലയം പണിയണമെന്ന് ഇസ്രായേൽ ജനത ആഗ്രഹിച്ചു. എങ്കിലും ഇന്നുവരെ അവർക്കതിന് സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം അറബികളുടെ കഠിനമായ എതിർപ്പാണ്. അതാണ് അതിൻ്റെ മുഖ്യ തടസ്സം. അങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ രണ്ടാമതും മൂന്നാമതുമുള്ള പുതുക്കിപ്പണിയലിൻ്റെ ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇന്ന് യെരുശലേം ദേവാലയം ഇന്ന് ഈ ഭൂമുഖത്തില്ല. അത് നിർമ്മിക്കണമെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് വലിയ ആഗ്രഹമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ തുടക്കം കുറിക്കും എന്നുള്ള പ്രതീക്ഷ ലോകത്തിനുണ്ട്. ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.